പ്രൈസലോ കർത്താവിന്റെ ഏറ്റവും പരിശുദ്ധമായി നാം വാഴ്ത്തപ്പെട്ട് ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവചനം അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ദൈവവചന ഭാഗം വായിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. പ്രൈസലോ വളരെ മനസ്സിരുത്തി പ്രാർത്ഥനയോടെ ധ്യാനിച്ച് ഈ വചനം വായിക്കുമ്പോഴേ അതെന്തുകൊണ്ടാണ് യാക്കോബ് അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ, ലോകത്തിൽ പല സാധനങ്ങൾ ഉണ്ടാക്കാൻ മനുഷ്യർക്കറിയാം. എന്ത് വേണേലും മനുഷ്യനുണ്ടാകും. മനുഷ്യൻ പലവിധമായ നിർമ്മിതികൾ അല്ലെങ്കിൽ നിർമ്മാണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. എന്തെല്ലാം കണ്ടുപിടിച്ചുണ്ടാക്കാമോ അതെല്ലാം ഭവനത്തിനകത്ത് ആമേ ജീവിതത്തിൽ, സമൂഹത്തിൽ, സഭയിൽ, നമ്മുടെ എല്ലാ മേഖലയിലും, ആത്മീയ ലോകത്തിൽ, ഭൗതിക ലോകത്തിൽ എല്ലാം കണ്ടുപിടിച്ചുണ്ടാക്കും. പക്ഷെ സമാധാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് യാക്കോബ് സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതയ്ക്കും. സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. ഇതാദ്യം നമ്മുടെ ഭവനങ്ങൾക്കകത്ത് വെളിപ്പെടേണ്ടതാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടണം, ഭവനത്തിൽ വെളിപ്പെടണം. എങ്കിൽ മാത്രമേ ഇത് സമൂഹത്തിൽ ഇത് പ്രകടമാക്കാൻ കഴിയത്തുള്ളൂ. സമൂഹത്തിൽ പ്രായോഗികമായി നമുക്കിത് വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. എന്താണ് യാക്കോബ് ഇത് പറയാൻ കാരണം? പ്രൈസ്. അതിന് യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യം കൂടെ ചേർത്ത് വായിക്കണം. അപ്പൊ യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യം വായിക്കുന്നുണ്ട്. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. എന്താണ് ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത്? ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുണ്ട്. ഭവനത്തിന്റെ സ്ഥിതി ഒന്ന് ചിന്തിച്ചു. ശാഠ്യവും കലക്കവും ഈർഷ്യയും കൊണ്ട് നിറയപ്പെട്ട കുടുംബങ്ങൾക്കകത്തെല്ലാം ദുഷ്പ്രവർത്തികളുണ്ട്. അങ്ങനെ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കുടുംബം നിങ്ങൾക്കൊന്ന് കാണിക്കാം. സ്തോത്രം. എന്നിട്ട് യാക്കോബ് പറയുകയാണ്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും, പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും, കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കാപട്യവും അല്ലെങ്കിൽ കപടവും ഇല്ലാത്തതാകുന്നു എന്ന് ഇതിനെക്കുറിച്ച് വിവിധ വ്യാഖ്യാനങ്ങളിലും വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഇപ്പൊ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട, നമ്മുടെ കുടുംബത്തിന്റെ നാഥൻ, നമ്മുടെ കുടുംബത്തിന്റെ പിതാവ് ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തെ നാഥനായിട്ട് ദൈവത്തെ ഏൽപ്പിച്ച് ദൈവികമായ ഭരണമാണ് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനം എന്ന സമാധാനം നീതി വിതച്ച് സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. ദൈവസാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്ത് ഈർഷ്യയും ശാഠ്യവും കലക്കവും കൊണ്ട് നിറയെ സകല ദുഷ്പ്രവൃത്തികൾ കൊണ്ട് സാത്താൻ എന്റെയും നിങ്ങളുടെ കുടുംബത്തെ തകർക്കും. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തെ തകർക്കും. വളരെ സൂക്ഷ്മതയോടെ നമ്മൾ സഞ്ചരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. വളരെ സൂക്ഷ്മതയോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നാം അധിവസിക്കുന്ന ഈ കാലഘട്ടം, നാം അധിവസിക്കുന്ന ഈ ഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അനുകൂലമോ നമുക്കൊരിക്കലും അത് പ്രയോജനകരമാക്കാനോ കഴിയത്തില്ല. എവിടെ നോക്കിയാലും ഈർഷ്യയും ശാഠ്യവും കലഹവും, അതനുസരിച്ച് ദുഷ്പ്രവർത്തിക്കാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലും ഭരണ സംവിധാനങ്ങളിലും ദുഷ്പ്രവർത്തിക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. എല്ലാ ജീവനക്കാരുടെ, എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെ ഇടയിലും, സഹകരണ മേഖലയിലും, പൊതുമേഖലയിലും, ആരോഗ്യ മേഖല അടക്കമുള്ള എല്ലാ മേഖലയിലും ഈർഷ്യയുണ്ട്, ശാഠ്യമുണ്ട്, കലക്കമുണ്ട്, അതനുസരിച്ച് ദുഷ്പ്രവർത്തികളുണ്ട്. ഇതെല്ലാം അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനമാണ്. ഭവനത്തിനകത്ത് മദ്യം കുടിക്കുന്നവരും, മയക്കുമരുന്ന് ലഹരി ഉപയോഗിക്കുന്നവരും, ഈ പാനസാല, തമ്പാക്ക്, മുറുക്ക്, ബീഡി, അങ്ങനെ പലവിധ വിഷമടിച്ചു കയറ്റി വിഷം കഴിക്കുന്നവരുണ്ട്. വിഷദ്രാവകങ്ങളും വിഷ സാധനങ്ങളും ഉപയോഗിച്ച് സുബോധം നഷ്ടപ്പെട്ടവരുണ്ട് ഭവനത്തിൽ. അവിടെ ഈർഷ്യയും ശാഠ്യവും
കലക്കവും സകല ദുഷ്പ്രവൃത്തി ഭവനത്തിലുണ്ട്. സഭയ്ക്കകത്ത് മാനസാന്തരപ്പെടാത്തവൻ വരും. സഭയ്ക്കകത്ത് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാത്തവൻ. പുറമേ അവൻ രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, ജനമെല്ലാം കാണുന്നവൻ ആത്മാവിൽ ആരാധിക്കും, ആത്മാവിൽ സ്തുതിക്കും. പക്ഷെ ചില വിഷയങ്ങളോട് എടുക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് ഈർഷ്യയും ശാഠ്യവും കലക്കവും സകല ദുഷ്പ്രവൃത്തി. ഒന്നാമത് അധികാരങ്ങൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അധികാരത്തോട് എടുക്കുമ്പോൾ എല്ലാവരും കൂടി ആ രക്ഷയുടെ അനുഭവങ്ങൾ മാറിയിട്ട്, പരിശുദ്ധാത്മാവിന്റെ അനുഭവം മാറിയിട്ട് ഈർഷ്യയും ശാഠ്യവും കലക്കവും വന്നിട്ട് പിന്നെ അവർ ചെയ്തു കൂട്ടുന്ന ദുഷ്പ്രവൃത്തി. ഹല്ലേലൂയ, സ്തോത്രം. പഞ്ചാര വാക്കുകളും മുഖസ്തുതിയൊക്കെ പറയാൻ എല്ലാവർക്കും പറ്റും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വെളുത്തതെല്ലാം പാലാന്ന് ചിന്തിക്കരുത്. മനുഷ്യന്റെ ചിന്തയിൽ വെളുത്തതെല്ലാം പാലാണെന്നാണ്. ഒരിക്കലും വെളുത്തിരിക്കുന്നതെല്ലാം പാലല്ല. വെളുത്തിരിക്കുന്ന ദ്രാവകങ്ങളെല്ലാം പാലാന്ന് കുടിച്ചാൽ നീ ഒരുപക്ഷെ മരിക്കാൻ സാധ്യതയുണ്ട്. അതിന് ഞാനൊരു ഉദാഹരണം നമുക്കൊക്കെ അറിയാം. ഞങ്ങളുടെയൊക്കെ നാടുകളിൽ റബ്ബർ ഇഷ്ടം പോലെ, റബ്ബർ മരങ്ങൾ വെട്ടി അതിൽ നിന്ന് ഇഷ്ടംപോലെ കറയെടുക്കും. അതിന് നല്ല നിറം, പാലിന്റെ നിറം, പാല് പോലെ ഇരിക്കും. ശരി. അപ്പൊ ആ റബ്ബർ പാലെടുത്ത് പാലാന്ന് പറഞ്ഞ് കുടിച്ചാൽ എന്ത് ചെയ്യും? അത് വയറ്റിൽ ചെല്ലുമ്പോൾ ചണ്ടിയായി മാറും. അത് നിന്നെ മരണത്തിലേക്ക് നയിക്കും. അല്ലേ? അതുകൊണ്ട് വെളുത്തിരിക്കുന്നതെല്ലാം പാലാന്ന് ചിന്തിക്കുന്നത് ചിലതൊക്കെ ചണ്ടികളാണ്. അല്ലേ? എല്ലാവരും പുറമേ നല്ല മുൻപല്ല് കൊണ്ട് ചിരിച്ചു കാണിക്കും, അകത്തെന്താ വെടിമരുന്നായിരിക്കുന്നത്. അല്ലേ? അപ്പൊ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നത്? ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഭവനത്തിൽ ഭർത്താവിനെ വിശ്വസിക്കാൻ ഭാര്യയ്ക്ക് കഴിയുന്നില്ല, ഭാര്യയെ വിശ്വസിക്കാൻ ഭർത്താവിന് കഴിയുന്നില്ല. രണ്ടുപേരും പരസ്പര വിരുദ്ധമായ ജീവിതങ്ങളും സാഹചര്യങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ വന്നുകൊണ്ട് വളരെ ചാറ്റിങ്ങിലൂടെ പലതും നടന്നുകൊണ്ടിരിക്കുക, മക്കളിലും. അല്ലേ? ഇത് സഭാ നേതൃത്വത്തിൽ ഇത് തന്നെ സംഭവിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളത് കണ്ടിട്ടാണ് ഈ യാക്കോബ് പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? സമാധാനം വേണം. കർത്താവായ യേശുക്രിസ്തു നേരെ ഗിരിപ്രഭാഷണത്തിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്നാണ്. അല്ലേലിയ. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നു. മത്തായി 5 നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. അല്ലേലിയ. അപ്പൊ ഈർഷ്യയും ശാഠ്യവും കലക്കവും ഉണ്ടാക്കി സകല ദുഷ്പ്രവൃത്തിയും ചെയ്യുന്നവർ ദൈവപുത്രന്മാരല്ല, അവർ സാത്താന്റെ പുത്രന്മാരാണ്, പിശാചിന്റെ പുത്രന്മാരാണ്. പിശാച് ആദ്യം മുതൽ തന്നെ പാപം ചെയ്യുന്നു. അല്ലേലിയ, സ്തോത്രം. പിശാചിന്റെ പ്രവർത്തികൾ തന്നെ പാപമാണ്. ആ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനാ ദൈവപുത്രൻ വന്നതെന്ന് ഉദയോഹന്നാന്റെ ലേഖനം 3-8 വായിക്കുന്നുണ്ട്. അപ്പം പിശാച് ആദ്യം മുതൽ തന്നെ പാപം ചെയ്യുവൻ കുലപാതകനാണ്. അപ്പം പാപം ചെയ്യുന്നവരെല്ലാം ആരാണ്? ഈ ഈർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? പാപമാണ്. ശാഠ്യം എന്ന് പറഞ്ഞാൽ പാപമാണ്. കലക്കം എന്ന് പറഞ്ഞാൽ പാപമാണ്. അത് മുഖാന്തരം നമ്മൾ ഉണ്ടാക്കുന്ന ദുഷ്പ്രവൃത്തി എല്ലാം പാപമാണ്. അത് ചെയ്യിക്കുന്നവരാ സാത്താനാണ്. പക്ഷേ ഒരുപാട് വേഷഭൂഷാദികൾ അണിഞ്ഞ് നിഷ്കളങ്കതയുടെ വസ്ത്രം ധരിച്ച്, പട്ടുവസ്ത്രങ്ങളും വെള്ളവസ്ത്രങ്ങളൊക്കെ ധരിച്ച് വളരെ നല്ല പിള്ളയൊക്കെ ചമഞ്ഞു നിൽക്കുന്നവരുണ്ട്. പക്ഷെ അവിടെ അകം നമുക്കറിയില്ല. അല്ലേ? അവരുടെ അകത്തെന്തായിരിക്കുന്നത്? അതില് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആയിട്ട് അടുക്കണം. ഇതൊക്കെ മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നീയെ സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കണം. സഹോദരന്മാരോട് പറഞ്ഞു, നിന്റെ ഭവനത്തിൽ നീ സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കണം. മക്കൾ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. അല്ലേ? സഭയ്ക്കകത്ത് നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. അമ്മായിയമ്മ മരുമോള് കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കും. നീ ജോലിസ്ഥലത്ത് സമാധാനം ഉണ്ടാക്കുന്നവളുമായിരിക്കണം. എങ്കിൽ മാത്രമേ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്ത് നിനക്ക് ദൈവത്തിന് നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ നിൽക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചിട്ട് ദൈവരാജ്യത്തിൽ ചെല്ലാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന, വ്യാമോഹിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സിംഹക്കൂടിന്റെ മുമ്പിൽ ചിലന്തി വരകെട്ടിയിരിക്കുന്നത് പോലെ പലരും സ്വർഗത്തിൽ പാലിരിക്കുന്നത്. അല്ലേരിയ. സിംഹത്തിന്റെ ഗുഹയുടെ മുമ്പിൽ ചിലന്തി വരകെട്ടിയിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ? നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടോ? നോക്കി, വലിയൊരു സിംഹത്തിന്റെ ഗുഹ, അതിനു മുമ്പിൽ ചിലന്തി വലകെട്ടിയിട്ട് ചിലന്തി ഇങ്ങനെ മാറിയിരിക്കുക, ഇര വന്ന പിടിക്കാൻ വേണ്ടി. ഇര വന്നാൽ എപ്പോഴും ചിലന്തി വലയിൽ നൂടി വന്ന് ഇരയെ കൈവശമാക്കാൻ
ചിലന്തിക്ക് എത്രമാത്രം കഴിവാണ്. എന്നാൽ സിംഹത്തിന്റെ ഗുഹയ്ക്ക് മുമ്പിൽ ചിലന്തി വലകെട്ടി ഇരയെ പിടിക്കാൻ മാറി ഇങ്ങനെ പമ്മിയിരിക്കുന്ന സമയത്താണ് ഗുഹയ്ക്കുള്ളിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന സിംഹം ഗർജനത്തോടെ, അവൻ ഉറക്കം വന്ന് ഗർജനത്തോടെ പുറത്തേക്ക് കുതിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഈ വല പൊട്ടി തകർന്നു. ചിലന്തിയുടെ ആ മനക്കോട്ടയെല്ലാം തകർന്നുപോയി. എന്ന് പറഞ്ഞപോലെ പല ആളുകളും ഈ ലോകത്തിൽ ഈർഷ്യയും ശാഠ്യവും കലക്കവും മുഖാന്തരം സകല ദുഷ്പ്രവൃത്തിയും ജീവിച്ചിട്ട് സ്വർഗരാജ്യത്തിൽ പോകാനിരിക്കുന്നത് സിംഹത്തിന്റെ കൂടിന് മുമ്പിൽ ചിലന്തി വലകെട്ടി മനക്കോട്ട കെട്ടിയിരിക്കുന്ന പോലെ പലരും. നീ ഒരിക്കലും പോകില്ല. നിന്റെ ജീവിതം കർത്താവിന് പ്രസാദകരമാകണം. നിന്റെ ജീവിതം ദൈവത്തിന് ഇഷ്ടപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഇസഹാക്ക് എന്ന് പറയുന്ന വ്യക്തി, ഹല്ലേലൂയ, നമ്മൾ കുറച്ചു നാളായിട്ട് ചിന്തിക്കുക, അവൻ വിതച്ചപ്പോൾ 100 മേനി വിളവ് കൽപ്പിച്ചു കിട്ടിയ അത് അനുഗ്രഹത്തിന്റെ വിത്തായിരുന്നു. വിതയെക്കുറിച്ച് ആദ്യ വേദപുസ്തകം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 26:12 ഇസഹാക്ക് വിതച്ച അവിടെ വിതയുടെ ആരംഭം തുടങ്ങുന്നത്. അപ്പൊ അത് അനുഗ്രഹത്തിന്റെ വിത്തായിരുന്നു. അത് ആമോദത്തിന്റെ വിത്തായിരുന്നു. ഹല്ലേലൂയ. അത് വചനത്തിന്റെ വിത്തായിരുന്നു. അത് സമാധാനത്തിന്റെ വിത്തായിരുന്നു. ഹല്ലേലൂയ. അത് സ്നേഹത്തിന്റെ വിത്തായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ വിത്ത് എന്ന് പറയുന്നത് അതിന്റെ ശക്തി, ആ വിത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഇസഹാക്ക് വിതച്ചു എന്ന് പറയുമ്പോൾ സമാധാനത്തിന്റെ വിത്ത് എന്ന് പറയുമ്പോൾ, സമാധാനം എന്ന് പറയുന്ന ആത്മാവിന്റെ ഫലത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു വിത്താണ് സമാധാനം. എനിക്ക് രാത്രിയിലെങ്ങനെ 5-ാമധ്യായം 22-ാം വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആത്മാവിന്റെ ഫലമോ സ്നേഹം. അപ്പൊ സ്നേഹം എന്ന വിത്ത്. അപ്പൊ ഇസഹാക്ക് ആമി വിതച്ചത് തന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്ന സ്നേഹത്തെ, ആ സ്നേഹത്തോടു കൂടി ഗരാരിലുള്ള ജനം തനിക്കെതിരെ നിന്നപ്പോഴും തന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന സ്നേഹത്താൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ വിത്ത് അങ്ങ് വിതച്ചു. അല്ലേരി അത് 100 പേര്. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ആത്മാവിന്റെ ഫലമാകുന്ന സ്നേഹത്തിന്റെ വിത്ത് നിന്റെ കുടുംബത്തിൽ വിതയ്ക്കണം. ആ സ്നേഹത്തിന്റെ വിത്ത് വിതച്ചാൽ ആ വിത്തിനകത്തുനിന്ന് സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സൗമ്യതയും കുടുംബത്തിനകത്ത് ഇന്ദ്രിജയമുണ്ടാവും. അല്ലേരിയ. അപ്പൊ ആത്മാവിന്റെ ഫലത്തിനകത്ത്, ആത്മാവിന്റെ ഫലം ഈ 9 വിത്തുകളെ കുറിച്ച് പറയുമ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതെങ്കിൽ എന്റെ നിങ്ങളുടെ ജീവിതത്തിലെ ഈർഷ്യയും ശാഠ്യവും കലക്കവും മാറി സകല ദുഷ്പ്രവൃത്തിയും മാറി ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് വരും. ഹല്ലേലൂയ. അങ്ങനെ ആത്മാവിന്റെ ഫലമായിരിക്കുന്ന വിത്ത് നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നെങ്കിൽ മാത്രമേ സമാധാനം ഉണ്ടാക്കുന്നവർ, ഹല്ലേലൂയ, സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ എങ്ങനെയെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോകാമെന്ന് വെച്ച് ഒരിക്കലും നമ്മൾ ആത്മീയ ജീവിതത്തെ അങ്ങനെ കാണരുത്. ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ വില കൊടുക്കേണ്ടതാണ്. അത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ടതാണ്. ഹല്ലേലൂയ. പലതും പറഞ്ഞിങ്ങനെ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കി പല ചോദ്യചിഹ്നങ്ങളും പല മറുപടികളും ഒക്കെ പറയാറുണ്ട്. അവിടെ ഇത് വേദപുസ്തകം വായിച്ച് ശരിക്കും പഠിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പം ഇസഹാക്ക് 100 മേനി ആമയിൽ വിതച്ച് വിത്തിന്റെ ഫലം കിട്ടിയെങ്കിൽ അത് സന്തോഷത്തിന്റെ കൊയ്ത്തായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ അതുകൊണ്ടാണ് സ്നേഹമാകുന്ന വിത്ത് വിതച്ച് സന്തോഷത്തോടെ കൊയ്തെടുക്കുക. സന്തോഷത്തോടെ കൊയ്തെടുത്ത് തനിക്ക് കിട്ടിയ ഫലം സമാധാനത്തിൽ ഇരുന്ന് അനുഭവിക്കുക. പിന്നെ ആളുകൾ ദീർഘക്ഷമയോടെ ദയയും മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്തു ദൈവമുമ്പാകെ വിശ്വസ്തതയും സൗമ്യതയും പാലിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ച് കുടുംബത്തിനകത്ത് നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവർ. ഹല്ലേലൂയ. സമാധാനമെന്ന നീതി വിതയ്ക്കും. സമാധാനത്തെ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. ഹല്ലേലൂയ. വേദപുസ്തകത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും ചിന്തകളും നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ചിലർ എത്ര തന്നെ പരിശ്രമിച്ചാലും ഫലം ലഭിക്കത്തില്ല. ചിലർ എത്ര പരിശ്രമിച്ചാലും എത്ര വിതച്ചാലും ഫലം ലഭിക്കത്തില്ല, പരാജയപ്പെടും. ഹഗ്ഗായി പ്രവാചകൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹഗ്ഗായിയുടെ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഹഗ്ഗായിയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ
നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും തൃപ്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൃഷിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങും. ഒരു പ്രയോജനമില്ല. ചിലർക്ക് എന്ത് ചെയ്താലും തൃപ്തി വരുന്നില്ല. എന്ത് ചെയ്താലും തൃപ്തി വരുന്നില്ല. എന്തെല്ലാം കിട്ടിയാലും തൃപ്തി വരുന്നില്ല. അതിൽ അവസാനത്തെ കാര്യം എന്താണ് പറയുന്നത്? കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. രാപകലില്ലാതെ പാടത്തും പറമ്പിലും കോറിയിലും കല്ലിനോട് പണിയെടുത്ത് മണ്ണോട് പണിയെടുത്ത് വാഹനം ഓടിക്കുന്നവർ അലിയ സ്വസ്ഥതയില്ലാതെ വളരെ കഷ്ടപ്പെട്ട് വാഹനം ഓടിച്ച് ഈ വിവിധ ജോലി ചെയ്യുന്ന വളരെ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഒരു ജോലി ചെയ്യുന്നത്. അങ്ങനെ കഷ്ടപ്പെടുന്നവൻ കൃഷിക്കാരനടക്കം അവര് കിട്ടുന്ന പണം അത് ഓട്ടസഞ്ചിയിലിടുന്നത് പോലെയാണ്. കൂലിക്കാരൻ കൂലി ചെയ്ത് പണിയെടുത്തതിന്റെ ശമ്പളം വാങ്ങി അല്ലെങ്കിൽ വീട്ടിൽ വന്നപ്പോ ഒന്നുമില്ല. വീട്ടിലേക്ക് വന്നപ്പോ ഒന്നുമില്ല. വാങ്ങി പോക്കറ്റിലിട്ടിരുന്നു. പക്ഷെ അത് ഓട്ടയായി ചോർന്നു പോയി. ഇടയ്ക്ക് വീട്ടിൽ വന്നപ്പോ ഭാര്യ ചോദിച്ചു, എന്ത് നിങ്ങൾ പണിയെടുത്ത പൈസ? അപ്പം കിടന്ന് ഈ തപ്പിക്കളിക്കുക, ഈ തരികിട്ട് കളിക്കുന്ന അന്നേരം അറിയാമല്ലോ പൈസ എന്ത് ചോദിക്കുമ്പോൾ. ഞാൻ ഓരോ ദിവസം കണ്ടുകൊണ്ട് കാണുക. പണിയെടുത്ത് കഴിയുമ്പോൾ സൗകര്യം വീട് ഭാര്യ ചോദിക്കും, എന്തിയാ നിങ്ങൾ പണിയെടുത്തത്? പിന്നെ കിടന്ന് ചില തരികിട പണിയാണ്. മക്കളിങ്ങനെ നോക്കിയിരിക്കുക, അപ്പനും അമ്മയും നോക്കിയിരിക്കുക, ഭാര്യ നോക്കിയിരിക്കുക. ഭർത്താവ് പണിയെടുത്തിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് കുടുംബജീവിതം അരി മേടിച്ച് കഞ്ഞി വെച്ച് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന കുടുംബങ്ങൾ എന്തുകൊണ്ട് കേട്ടോ. നല്ല സ്തോത്രം. പട്ടിണിയിൽ കിടക്കുന്ന അനവധി കുടുംബങ്ങളുണ്ട്. പക്ഷേ കൂലിക്കാരൻ എന്ത് ചെയ്തു? ഓട്ടസഞ്ചിയിൽ ഇടുവാൻ വേണ്ടി അവൻ കൂലി വാങ്ങി. അവൻ വീട്ടിൽ വന്നപ്പോൾ ഒന്നുമില്ല. നിന്റെ കുടുംബം അങ്ങനെയാണോ സോദാളി? നിന്റെ അധ്വാനമെല്ലാം ഓട്ടസഞ്ചിയിൽ ഇടുന്നത് പോലെയാണോ? പ്രൈസലോ. നമുക്കറിയാം, ഒരിക്കലും അടിക്കാത്ത ലോട്ടറി, എന്നും കുടിക്കുന്ന മദ്യമാണ്. ഒരിക്കലും അടിക്കാത്ത ലോട്ടറി, എന്നും കുടിക്കുന്ന മദ്യത്തിന് വേണ്ടി കൂലിക്കാരൻ തന്റെ പണം വാങ്ങി അത് ഓട്ടസഞ്ചിയിൽ ഇടുന്ന പോലെ. കൂലി വാങ്ങി വരുമ്പോൾ ലോട്ടറി കണ്ട് അതെടുത്ത്, കൂലി വാങ്ങി വരുമ്പോൾ മദ്യഷാപ്പ് കണ്ടു, അവിടെ കയറി അടിച്ചു. അപ്പം കൂലി വാങ്ങി സ്വാമി ബാഗിലിട്ട് പേഴ്സിൽ വെച്ച് സഞ്ചിയിലിട്ടത് വീട്ടിൽ വന്നപ്പം ചോർന്നു പോയി. എവിടെ പോയി? ലോട്ടറി കടയിലും ബ്രാൻഡിക്കടയിലും ബാറിലും ബീവറേജിലും കള്ളുഷാപ്പിലും ഒക്കെ ചോർന്ന് പിന്നെ അവൻ കയറിയ വഴിക്കൊക്കെ അങ്ങ് കയറി അതെല്ലാം അങ്ങ് തകർന്നു പോയി. പിന്നെ തൃപ്തിയില്ല. അഗായിയൊക്കെ എത്ര സത്യമായിട്ടാണ് മധുരം പറയുന്നതല്ലേ. അല്ലേലിയ. അപ്പൊ എന്നാൽ ഇവിടെ ഇസഹാക്കിനെ കുറിച്ച് പറയും. ഇസഹാക്ക് എന്ന് പറഞ്ഞത് സമാധാന പുരുഷനായിരുന്നു. ഇസഹാക്ക് സമാധാന പുരുഷനായിരുന്നു. അവനിപ്പോഴും സമാധാനത്തോടെ വിതയ്ക്കുന്നവനായിരുന്നു. സമാധാനത്തോടെ വിതയ്ക്കുമായിരുന്നു. എന്നാൽ ഇസഹാക്കിന്റെ പിതാവായിരുന്ന അബ്രഹാം അനേക യുദ്ധങ്ങൾ ചെയ്തുവെങ്കിലും ഇസഹാക്ക് യുദ്ധത്തിന് തയ്യാറായില്ല. സമാധാനത്തോടെ വിതച്ചു. എന്ന് പറഞ്ഞാൽ ഗെരാരിൽ വന്ന് പാർക്കുമ്പോൾ അവന്റെ പിതാക്കന്മാർ കുഴിച്ച കിണറുകളെല്ലാം ഇസഹാക്ക് വീണ്ടും കുഴിച്ച് ഫെരിസൊക്കെ ഒന്ന് മൂടിക്കളഞ്ഞു. മണ്ണിട്ട് മൂടി. വീണ്ടും ഇസഹാക്ക് കിണർ ഒഴിക്കും, വീണ്ടും ഒരു മണ്ണിട്ട് മൂടും. ഇവിടെയൊക്കെ തന്റെ പിതാവായിരുന്ന അബ്രഹാം വളരെ യുദ്ധം ചെയ്ത് പാരമ്പര്യമുള്ളവരും മകനത് കണ്ടിട്ടുള്ളത് കൊണ്ടും ഇസഹാക്ക് യുദ്ധത്തിന് ഒരുങ്ങാതെ സമാധാനത്തിൽ കിണറുകൾ ഒഴിക്കാൻ തുടങ്ങി. അല്ലേലിയ. സമാധാനത്തിൽ വിത്തുകൾ വിതയ്ക്കാൻ തുടങ്ങി. അവൻ സമാധാന പുരുഷനായി ശോഭിച്ചു. അതുകൊണ്ട് ഇസഹാക്കിനെ കുറിച്ച് പറയുമ്പോൾ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം ഇസഹാക്കിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു. ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, വചനം കേട്ടാൽ പോരാ, വചനം വായിച്ചാൽ പോരാ, ഇത് നമ്മൾ ഗ്രഹിച്ചു മനസ്സിലാക്കണം. പലരും ഈ വേദപുസ്തകം കൊണ്ടു നടക്കും. പലരും വായിക്കുന്നു, എഴുതി പഠിക്കുന്നുണ്ട്, കാണാതെ പഠിക്കുന്നുണ്ട്, ബുക്ക് പോലെ എഴുതുന്നുണ്ട്, വേദപുസ്തകമായിട്ട് പകർത്തി എഴുതുന്നുണ്ട്. പക്ഷേ അവരിതുവരെ സമാധാനം ഉണ്ടാക്കുന്നവരായി മാറിയിട്ടില്ല. സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തെ വിതച്ച് നീതി എന്ന ഫലം കൊയ്തിട്ടില്ല. അല്ലേലിയ. സോദരം, നിങ്ങളല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചോദിച്ചു നോക്കണം കേട്ടോ. അല്ലേലിയ. ഇവിടെ നാം ദൈവവചനം വായിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ഇപ്പോൾ നമുക്ക് ദാവീദ് ഒരുപാട് യുദ്ധം ചെയ്ത വ്യക്തിയാണ്. ദാവീദ് ഒരുപാട് യുദ്ധം ചെയ്ത് രക്തം ചുരിച്ച്. അല്ലേലിയ. ദാവീദ് നല്ല യുദ്ധമുറ അഭ്യസിച്ചു പിന്നീട്. എന്നാൽ ദാവീദിന്റെ മകനായിരിക്കുന്ന ശലോമോൻ യുദ്ധത്തിന് ഒരുങ്ങിയില്ല.
യുദ്ധമന്യേ ഒരു പോരാട്ടത്തിന് ഒരുങ്ങാതെ രക്തം ചീന്താതെ ദേശത്തെ ഭരിച്ചത് ഹല്ലേലൂയ ദൈവികമായ ജ്ഞാനത്തോടെയാണ്. രാജ്യഭാരം ഏൽപ്പിക്കുമ്പോൾ ശലോമോൻ യഹോവയെ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ജനത്തെ ഞാൻ ബാലനാണ്, ഈ ജനത്തെ മുഴുവൻ പോറ്റി നടത്തുവാൻ, സംരക്ഷിക്കുവാൻ, ഇവരെ നയിക്കുവാൻ, ഇവരെ കൊണ്ടുനടക്കുവാനുള്ള ദൈവികമായ ജ്ഞാനം എനിക്ക് വേണമെന്ന് പറഞ്ഞു. അല്ലേ? അങ്ങനെ ശലോമോന് ദൈവം ദൈവികമായ ജ്ഞാനം പകർന്നുകൊണ്ട് തന്റെ അപ്പനായിരിക്കുന്ന ദാവീദ് ചെയ്തതുപോലെ യുദ്ധത്തിന് തയ്യാറാകാതെ സമാധാനത്തോടെ രാജ്യത്തെ ഭരിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം നീ ഉണ്ടാക്കണം. സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്തിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കണം. ഭാര്യ ഭർത്താക്കന്മാർ സമാധാനം ഉണ്ടാക്കുന്നവരാണെങ്കിലേ മക്കള് സമാധാനത്തിൽ വളരത്തുള്ളൂ. സമാധാനം ഉണ്ടാക്കി അല്ലെങ്കിൽ സമാധാനത്തിൽ വിതയ്ക്കണം, അല്ലെങ്കിൽ വചനം വിതയ്ക്കണം. സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ ഭവനത്തിനകത്ത് വചനമാകുന്ന വിത്ത് വിതച്ച് നീതി എന്ന ഫലം കൊയ്യണം. അല്ലെങ്കിൽ ആത്മാവിന്റെ ഫലമാകുന്ന വിത്തുകൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് നീ വിതച്ചാൽ നിന്റെ മക്കളിലും അത് പ്രകടമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ സകല വിധത്തിലും നല്ലൊരു സമാധാനം പ്രാപിക്കണമെന്നാണ്. സകല വിധത്തിലും യേശുക്രിസ്തുവിന്റെ ശത്രുക്കളെ സ്നേഹിപ്പിക്കുന്ന, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനാണ് ഹല്ലേലൂയ നമ്മൾ ഈ മത്തായി 5-ാമത്തെ ഗിരിപ്രവചനം കാണുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അവൻ ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, നിങ്ങളെ ഉപദ്രവിക്കാൻ പ്രാർത്ഥിക്കുക. ആ ഒരു പ്രവണത ഇല്ലാതായിപ്പോയി. ദൈവസഭകളും ആത്മീയ കോളത്തിലും ഭൗതികമായ മേഖലയിൽ ഒന്നുമില്ല. ഒരു മനുഷ്യനും അത് കാണാനില്ല. പല്ലിന് സ്തോത്രം, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നൊക്കെ പറഞ്ഞ പോലെ പലരും പ്രതികാരം മനുഷ്യന്റെ ഉള്ളിൽ വളർന്നു. പ്രതികാരം മനുഷ്യന്റെ ഉള്ളിൽ വളർന്നപ്പോൾ ദൈവ സ്നേഹം നഷ്ടപ്പെട്ടു പോയി, ദൈവകൃപ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയി, ദൈവിക സന്തോഷം നഷ്ടപ്പെട്ടു പോയി. സാത്താൻ കുടുംബത്തിനകത്ത് ആധിപത്യം പുലർത്തി. എവിടെയാണ് സമാധാനം? ഏത് കുടുംബത്തിലാണ് സമാധാനം? ഏത് വ്യക്തിയിലാണ് സമാധാനം? എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ശാഠ്യവും ഈർഷയും ശാഠ്യവും കലക്കവും നിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ നിന്റെ ഉള്ളിൽ സകല ദുഷ്പ്രവൃത്തിയും പെരുകി. അത് നിന്നെ തന്നെ നശിപ്പിച്ച് അത് മുഖാൻ നിന്റെ കുടുംബം കൂടെ നീ നശിപ്പിക്കുക. നീ കടന്നുചെല്ലുന്ന മേഖലയിൽ നീ നശിപ്പിക്കുക. ഹല്ലേലൂയ. മടങ്ങി വരണം കേട്ടോ, മടങ്ങി വരണം. നിനക്കിനി അധികകാലം ജീവിതമില്ല. അടുത്ത നിമിഷം നിന്റെ ജീവൻ പോയാൽ, നിന്റെ ശ്വാസം നിൽ നഷ്ടപ്പെട്ടാൽ നീ പിന്നെ ശവമാണ്. നീ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. മരണാനന്തരം നിന്റെ ആത്മാവിന് വേണ്ടിയിട്ട് നിനക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ജീവനോടെ ഇരിക്കുന്നവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇനി ജീവനോടെ ഇരിക്കുന്നവർ എന്തെങ്കിലും ചെയ്താൽ വാഴ വെട്ടിയിട്ട് വീട്ടിക്ക് വളവിട്ടതുപോലെയാണ്. പിന്നെ അത് ഒരിക്കലും കായ്ക്കത്തില്ല എന്ന് പറഞ്ഞാൽ, ജീവനോടെ ഇരിക്കുമ്പോൾ, നീ ശരീരത്തിലിരിക്കുമ്പോൾ, ജീവനോടെ ഇരിക്കുമ്പോൾ, സുബോധത്തോടു കൂടി ഇരിക്കുമ്പോൾ, നീ കുടുംബത്തിനകത്തും ജീവിതത്തിലും ജോലി മേഖലയിൽ നീ കടന്നു പോകുന്ന എല്ലാ മേഖലയിൽ നീ ആയി കൂടി വരുന്നിടത്തും ഒക്കെ ഈർഷ്യയും ശാഠ്യവും കലക്കവും നീക്കിക്കളഞ്ഞ് നിന്നിൽ കൂടെ ദുഷ്പ്രവൃത്തി വെളിപ്പെടാതെ അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കുന്നവളായി അല്ലെങ്കിൽ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം നീ കൊയ്യണം. മറ്റുള്ളവർക്ക് നീ മാതൃകയാകണം. ഇവിടെ രാഷ്ട്രീയക്കാരോട് പറയട്ടെ, രാഷ്ട്രീയക്കാരുടെ സ്വഭാവം എന്താ? ഭയങ്കര മുഖസ്ഥിതി, ചക്കര വാക്കുകളും പഞ്ചാര വർത്തമാനങ്ങളായിട്ട് വീട് കയറി ഇറങ്ങി വോട്ട് വാങ്ങും. വോട്ടൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ രീതി എന്താ? വളരെ വാഗ്ദാനങ്ങളൊക്കെ പറയും. പക്ഷെ പിന്നെ ഇവര് ചെയ്യുന്നത് എന്താ? പിന്നെ ഇവര് നമ്മൾ കീരിയും പാമ്പും പോലെ. വോട്ട് ചെയ്തിട്ട് ഏൽപ്പിച്ച മനുഷ്യനെ പിന്നീട് കാണരുത്. പിന്നെ കസേരയ്ക്ക് വേണ്ടി അടിപിടി, കലഹം, സ്ഥാനമാനങ്ങൾക്ക് അടിപൊളി ആളുകൾ രക്തം ചുരിക്കും. അവർ ഈർഷ്യയും ശാഠ്യവും കലക്കം ഉണ്ടാക്കുന്നവരാണ് രാഷ്ട്രീയക്കാര്. ഈർഷ്യയും ശാഠ്യവും കലക്കം ഉണ്ടാക്കുന്നവരും സകല ദുഷ്പ്രവൃത്തി അവരുടെ ഉള്ളിലുണ്ട്. മത നേതാക്കന്മാരിലുണ്ട്. സാമൂഹിക സാംസ്കാരിക ഇലക്ട്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്ന സകല ജനത്തെ നോക്കിയാൽ, ആപാലവൃത്തം ജനങ്ങളിൽ നോക്കിയാൽ, ജാതി മത വർഗ ഭരണ വ്യത്യാസം കുടിലോട്ട് കൊട്ടാരത്തവർ നോക്കിയാൽ, രാജ്യരാഷ്ട്ര തലവന്മാരെ നോക്കിയാൽ, ഹല്ലേലൂയ, സൗമ്യയുടെ ആത്മാവിൽ ജീവിക്കുന്നവരാണെന്ന് പറയുന്ന അനവധി ആളുകളെ നിങ്ങൾ നോക്കിയാൽ അവരുടെ ഉള്ളിലെല്ലാം ഈർഷ്യയും ശാഠ്യവും കലക്കവും കാണാൻ കഴിയും. ഹല്ലേലൂയ. അത് നമ്മെ ക്യാൻസർ രോഗം വന്ന് നമ്മുടെ ശരീരം ദ്രവിപ്പിക്കുന്നത് പോലെയാണ് നമ്മളെ നശിപ്പിക്കുന്നത്. ഈ ഈർഷ്യയും ശാഠ്യവും കലക്കവും നമ്മുടെ ഉള്ളിൽ ദുഷ്പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരാവയവങ്ങളിൽ ക്യാൻസർ ബാധിക്കുന്നത് പോലെ അല്ലേ?
ക്യാൻസർ ഒരു ഭാഗത്ത് ബാധിച്ചാൽ ആ സ്ഥലം പിന്നെ ക്യാൻസർ കൊണ്ട് പടർന്ന് പന്തലിച്ച് അവർ വ്യാപിച്ച് ആ ഭാഗം തന്നെ നശിക്കും, ദ്രവിപ്പിക്കും. അല്ലെ എന്ന് പറഞ്ഞ പോലാണ് പല മനുഷ്യരുടെയും ഹൃദയം എന്ന് പറയുന്നത്. സോദരം, ഇവിടെ ദൈവത്തിന് നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം സമാധാനം വിതയ്ക്കണം. നിങ്ങളൊരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വീട്ടിന് സമാധാനം ഉണ്ടാകട്ടെ എന്ന് ആദ്യം പറയണമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷമൊക്കെ വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസ് സുവിശേഷം ഹല്ലേലൂയ സ്തോത്രം 10-6 വാക്യങ്ങൾ വായിക്കും ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഇങ്ങനെ പറയുകയാണ്, ഞാൻ നിങ്ങളെ അയക്കുന്നു, സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്, വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുമരുത്. ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീടിന് സമാധാനം എന്ന് ആദ്യം പറവി. ഹല്ലേലൂയ. അവിടെ ഒരു സമാധാന പുരുഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്മേൽ വസിക്കും. ഇല്ലെന്ന് വരികയോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അപ്പം നിങ്ങളൊരു ഭവനത്തിൽ ചെന്നാലും സമാധാനം വിതയ്ക്കണം. ഹല്ലേലൂയ. നിങ്ങളൊരു ഭവനത്തിലേക്ക് ചെന്ന സമാധാനം വിതയ്ക്കണം. നിങ്ങളൊരു ഭവനത്തിലേക്ക് ചെന്നിച്ച് പ്രശ്നം ഉണ്ടാക്കി വരരുത്. ഹല്ലേലൂയ. പലരുടെയും രീതി എങ്ങനെയാണ്, ഭവനത്തിലേക്ക് ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി. അല്ലേ, വരുന്നത് കണ്ട വലിയ കാര്യം സാധിക്കാൻ വരുന്നത്, വരുന്നത് കണ്ട വലിയ കാര്യങ്ങൾ ചെയ്യാൻ വരുന്ന പോലെ വന്നിട്ട് ആ കുടുംബത്തിനകത്ത് സമാധാനം നഷ്ടപ്പെടുത്തി, സമാധാനം ഇല്ലായ്മപ്പെടുത്തി, ആ കുടുംബത്തിനകത്ത് ഈർഷ്യയും ശാഠ്യവും കലക്കവും ദുഷ്പ്രവൃത്തി നിറച്ചിട്ട് പലരും പോകും. അങ്ങനല്ലേ? നിങ്ങൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ പല സ്ഥലത്തും പോയി ഈർഷ്യയും ശാഠ്യവും കലക്കവും ഉണ്ടാക്കിയിട്ടില്ലേ? നീ മുഖാന്തരം ദുഷ്പ്രവൃത്തി അവിടെ ആ കുടുംബത്തിൽ ഉണ്ടായില്ലേ? നീ സമാധാനം ഉണ്ടാക്കുന്നവരായിരുന്നു. ഈ സമാധാനത്തെ വിതച്ച് നീതി എന്ന ഫലം കൊയ്യാൻ കഴിഞ്ഞു നീ ഒരു വീട്ടിൽ ചെന്നാൽ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ ആ വീടിന് ആദ്യം സമാധാനം പറയണം. അവിടെ ഒരു സമാധാന പുരുഷനുണ്ടെങ്കിൽ ആ സമാധാനം അവരോട് കൂടെ, അവിടെ സമാധാന പുരുഷൻ ഇല്ലെങ്കിൽ ആ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന്. ഹല്ലേലൂയ സ്തോത്രം. യേശുക്രിസ്തു പറഞ്ഞിരുന്ന ഒരു മാറ്റമില്ല കേട്ട ശ്രോതാവേ. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ ഹൃദയം സമാധാനത്തോടുകൂടി ഇരിക്കണമെന്നാണ് യേശു നമ്മോട് പറഞ്ഞത്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിൽ വിശ്വസിക്കണം. യേശു അവരോട് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവൻ മഹത്വപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അവന് മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ ശുശ്രൂഷ അവസാനിച്ച് യേശു ഭൂമിയിൽ നിന്ന് വിട്ട് ഇവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്താൻ സ്വർഗാരോഹണം ചെയ്യും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പല വിധത്തിൽ യേശു പറഞ്ഞു. അങ്ങനെ യോഹന്നാന്റെ വിശേഷത്തിലും 13-ാം അധ്യായം 31 തൊട്ടൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ മനസ്സ് കലങ്ങി. അപ്പൊ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. എന്നിലും വിശ്വസിക്കണം. എന്നെ കേൾക്കുന്ന മാതാവിൻ പിതാവേ, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിന്റെ ഹൃദയത്തിനകത്ത് തീർച്ചയായും ശാഠ്യവും കലക്കവും വരരുത്. നിന്റെ ദൈവം നീ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യാൻ വേണ്ടിയാണ് ദൈവം നിന്നെ ഈ ഭൂമിയിലാക്കി വെച്ചത്. ഹല്ലേലൂയ. നീ ഏത് വീട്ടിൽ ചെന്നാലും, ഏത് സഭയിൽ ചെന്നാലും, ഏത് പ്രസ്ഥാനത്തിൽ ചെന്നാലും, നിന്റെ ജോലി മേഖലയിലും നീ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യുന്നവളുമായിരിക്കണം. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് പറയട്ടെ, കൗമാരക്കാരോട് പറയട്ടെ, യൗവനക്കാരോട് പറയട്ടെ, നീ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് നിങ്ങൾ സമാധാനം കെടുത്തിക്കളയരുത്. നിങ്ങൾ മുഖാന്തരം ഒരിടത്തും ദുഷ്പ്രവൃത്തി ഉണ്ടാകരുത്. നിങ്ങൾ മുഖാന്തരം ആരും ദുഃഖിതനായി മാറരുത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എപ്പോഴും സമാധാനം, നിങ്ങളുടെ ഭാര്യയും മക്കളും സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഭാര്യയും മക്കളും, നിങ്ങളുടെ കൊച്ചുമക്കളും മരുമക്കളും എല്ലാം കൂടി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങൾക്ക് കുടുംബം തന്നത്. ഹല്ലേലൂയ. ഈ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് കുടുംബത്തിനകത്ത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കാൻ കഴിയുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുക എത്ര ശുഭം മനോഹരമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് 133 വായിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള കുടുംബം ഉണ്ടോ? ഈർഷ്യവും ശാഠ്യവും കലക്കവും കൊണ്ട് പല കുടുംബങ്ങളും പ്രതിസന്ധികളുടെ നടുവിൽ നരകം പോലെ അനവധി കുടുംബങ്ങൾ, 100% കുടുംബം നരക സമാനമാണ്. ദുഷ്പ്രവർത്തികൾ കൊണ്ട് കുടുംബം നിറയപ്പെട്ടു മനുഷ്യന്റെ ജീവിതം തകർന്ന മനുഷ്യൻ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ നുണയും വേഷണയും മല്ലുരിയ പരിഹാസങ്ങളും ഒക്കെ ആയിട്ട് പലരും ദൈവത്തിൽ നകർന്നുപോയി. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. ഹല്ലേലൂയ.
നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയും. നീ എത്ര വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചാലും, വിലപിടിപ്പുള്ള പൗഡർ ഇട്ടാലും, പെർഫ്യൂം അടിച്ച്, എത്ര വില കൂടിയ സോപ്പിട്ട് നീ കുളിച്ചാലും, അല്ലെലിയ, നിന്റെ ഹൃദയത്തിനകത്തെ ഈർഷ്യവും അല്ലെങ്കിൽ ശാഠ്യവും കലക്കവും മാറ്റി, ദുഷ്പ്രവൃത്തി നീ മാറ്റി, നീ സമാധാനം ഉണ്ടാക്കുന്നവനായി വരുന്നില്ലെങ്കിൽ, സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം നീ കൊയ്യുന്നില്ലെങ്കിൽ, നിന്റെ മരണാനന്തരം നീ നരകത്തിലേക്ക് തന്നെ പോകും. അല്ലേ, നരക കടൽ നിനക്ക് വേണ്ടി കാത്തു കിടക്കുകയാണ്. അല്ലേ, കടൽ കണ്ടിട്ടില്ലേ? തിരമാലകളും അലയടിച്ചുയരുന്ന കടലുകൾ കണ്ടിട്ടില്ലേ? കടലിലെ കരുവത്തി ഈ നരകത്തിൽ ഇങ്ങനെ അഗ്നി ഇങ്ങനെ തിരമാലകൾ അടിച്ചുയരുന്നത് പോലെ കെടാത്ത തീ, ചാകാത്ത പുഴു, അനകത്ത് സകല ദുഷ്ടന്മാരും കിടന്ന് പുറപുറത്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിതം ശരിയല്ലെങ്കിൽ, നീ സമാധാനം ഉണ്ടാക്കി സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം നിന്റെ ജീവിതത്തിൽ നീ ഉണ്ടാക്കുന്നില്ലെങ്കിൽ, നീ നരക കടലിലേക്ക് പോകുമെന്ന് പ്രൈസലോട്. അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. രാജ്യരാഷ്ട്ര തലവന്മാർ മാനസാന്തരപ്പെടണം, മത നേതാക്കന്മാർ സമാധാനപ്പെടണം, നിയമപാലകർ മാനസാന്തരപ്പെടണം, ക്രമസമാധാന പാലകർ മാനസാന്തരപ്പെടണം. എല്ലാ മേഖലയിൽ സമാധാനം ഉണ്ടാകണം. ആപാലവൃത്തം ജനങ്ങളിൽ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ ഉള്ളിൽ സമാധാനം ഉണ്ടാകും. എല്ലാവരും സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും സമാധാനം ഉണ്ടാക്കുന്നവരായി പറയുന്നത് നമ്മുടെ കേരളം എത്ര സന്തോഷിച്ചേനെ. കേരളത്തിന്റെ സ്ഥിതി എന്താ? നരകം പോലല്ലേ. പണ്ടാരോ പറഞ്ഞു ഗോഡ്സോ കണ്ട ദൈവത്തിന്റെ നാടെന്ന്. വിദേശികൾ വന്ന് കേരളത്തിന്റെ പച്ചപ്പും മനോഹാരിതയും ഇവിടുത്തെ പ്രകൃതി രമണീയമായ പ്രകൃതിയെ ദൈവം ഇത്രമാത്രം സന്തോഷത്തോടെ ചുരുക്കി നിർത്തിയിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ, പ്രകൃതി അലങ്കരിച്ച് നിർത്തിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ വിദേശികൾ പറഞ്ഞു കേരളം ദൈവത്തിന്റെ നാടാന്ന് പറഞ്ഞു. അല്ലേരിയ സ്തോത്രം, അല്ലേരിയ, ദൈവത്തിന്റെ നാടാന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ നാടാണോ കേരളം? കള്ളന്മാരുടെയും കുലപാതകന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും പിടിച്ചുപറിക്കാരുടെയും അഴിമതിക്കാരുടെയും കുലപാതകരുടെയും കഞ്ചാവൂപ്പനക്കാരും മയക്കുമരുന്ന് വിൽപ്പനക്കാരും കുലപാതകന്മാരും സകല ദുഷ്പ്രവർത്തിക്കാരും തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളെ കൊണ്ട് ഈർഷ്യയും ചാട്ടവും കലക്കും പറഞ്ഞ സകല ദുഷ്പ്രവർത്തി നിറഞ്ഞ ഒരു സ്ഥലമായി മാറി കേരളം. എന്റെ ഏരിയ ഇല്ലെന്ന് നിങ്ങൾ തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ തെളിയിക്കാം. നീ ചീത്ത വിളിച്ചാലും പാടി കമ്മിറ്റി ഇനി എന്നെ സംബന്ധിച്ചൊന്നുമില്ല. ഞാൻ ഈ ഭൂമി ജീവിക്കുക, കേരളത്തിൽ ജീവിക്കുന്നതിന്. അല്ലേരിയ പണ്ട് ഞാനിങ്ങനെയൊക്കെ ജീവിച്ചു, അതുകൊണ്ട് ഇതൊക്കെ പറയുന്നത്. മടങ്ങി വരണം കേട്ടോ, മടങ്ങി വന്ന് ഈ മാനസാന്തരപ്പെടണം. അല്ലേരിയ. അപ്പൊ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് സമാധാനത്തെ കൊണ്ടുവന്നു. അവന്റെ ജനത്തിൽ സന്തുഷ്ടമായ ജീവിതം കൊണ്ടുവന്നു. യേശുക്രിസ്തു ജനത്തെങ്കിൽ ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർ മനുഷ്യർക്ക് സമാധാനം എന്ന് ദൂതന്മാർ സംസാരിച്ചു. ലൂക്കോസ് 2:14. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമി ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പം ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സമാധാനം. അവരാണ് സമാധാനം ഉണ്ടാക്കുന്നത്. അവരാണ് സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യുന്നത്. അപ്പൊ സമാധാനമായി യേശു ഭൂമിയിലേക്ക് വന്നു. യേശു മടങ്ങിപ്പോകാൻ നേരവും പറഞ്ഞു, ഹല്ലേലൂയ. യോഹന്നാൻ 14:27. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അത് യേശു സമാധാനത്തിന് സുവിശേഷം പ്രസംഗിച്ചു. സമാധാനം നമുക്ക് തന്നിച്ചു പോയി. ഹല്ലേലൂയ. അത് ലോകം തരുന്നത് പോലെയല്ല, ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത് എന്ന് യേശു പറഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ സമാധാനത്തിന്റെ വിത്തുകൾ വിതച്ചിട്ടുണ്ടെങ്കിൽ, ആത്മാവിന്റെ ഫലമാകുന്ന വിത്തുകൾ വിതച്ചിട്ടുണ്ടെങ്കിൽ, നീ എവിടെയും സമാധാനം ഉണ്ടാകും. ഹല്ലേലൂയ. സമാധാനത്തിന് ദൈവമോ വേഗത്തിൽ സാത്താനെ നമ്മുടെ കാൽക്കീഴിൽ ചതച്ചു കളയുമെന്ന റോമലേഖന 16:7 കാണുന്നത്. യേശുക്രിസ്തു സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെട്ടു നിശ്ചയപ്രവാചകന്റെ പുസ്തകം 9:6 കാണുന്നുണ്ട്. അത് നിങ്ങളുടെ സമാധാനം നദി പോലെ കവിഞ്ഞൊഴുകണം. നിങ്ങളുടെ സമാധാനം നദി പോലെ കവിഞ്ഞൊഴുകി നിങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും നിറയട്ടെ. നീ മുഖാന്തരം എങ്ങും ഈർഷ്യയും ശാഠ്യവും കലക്കും ഉണ്ടാകരുത്. നീ മുഖാന്തരം എങ്ങും ദുഷ്പ്രവൃത്തി ഉണ്ടാകരുത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്റെ ജീവിതം കർത്താവിന്റെ ഏൽപ്പിച്ചു കൊടുക്കാമോ? സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യുവാൻ, നിന്റെ ജീവിതത്തിലെ ഇതേവരെയുള്ള എല്ലാ കാപട്യ സ്വഭാവങ്ങൾ മാറ്റിവെച്ച് നീ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ ഏൽപ്പിച്ചുകൊണ്ട് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം യേശുവിന്റെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കല്ലിഞ്ചി ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസം ഉള്ളിലോട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന സകല ജനത്തെ, കേരളത്തിനും ഭാരത ലോക രാജ്യങ്ങളുള്ള സകല ജനത്തെ കർത്താവിയുടെ കരങ്ങൾ യാക്കോബ് പറഞ്ഞ പോലെ എന്ന സമാധാനം ഉണ്ടാക്കുന്ന, സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യത് കുടുംബത്തിനകത്തും ജീവിതത്തിൽ ജോലി സ്ഥലത്തും സഭയിലും കടന്നുപോകുന്ന എല്ലാ ഇടങ്ങളിലും വ്യക്തിപരമായ ജീവിതത്തിലും
കർത്താവ് ജനത്തെ സമാധാനം, ആത്മാവിന്റെ ഫലമായി സ്നേഹമെന്ന ആ വിത്തിലൂടെ മറ്റുള്ള എല്ലാ ഈ 9 തരം 9 വിധത്തിലുള്ള ആത്മാവിന്റെ ഫലമാകുന്ന വിത്തുകൾ വിതയ്ക്കുവാൻ ഇസഹാക്കിന്റെ വിധ സമാധാനത്തോടെ, സ്നേഹത്തോടെ, ആമോദത്തോടെ, ആമി സന്തോഷത്തോടെയൊക്കെ സ്നേഹത്തിൽ വിതച്ച നൂറുമീനി കിട്ടിയതുപോലെ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ദേശം, ഞങ്ങളുടെ സമൂഹം യഥാസ്ഥാനപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ, എല്ലാ കുടുംബങ്ങളും സമാധാനം കൊണ്ട് നിറയപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിലേക്ക് അനേക കുടുംബങ്ങളിൽ ഈർഷയും ശാഠ്യവും സ്രോതം കലക്കവും അതുപോലെ ദുഷ്പ്രവൃത്തി കൊണ്ട് നിറയപ്പെട്ട് നിൽക്കുന്ന നരകസമാനമായ അനുഭവങ്ങൾ അതിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ തലമുറകൾ വിടിവിക്കപ്പെടണമേ. ദൈവജനത്തെ, ദൈവമക്കളെ, കർത്താവി ദൈവഭക്തന്മാരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. കേരളത്തിൽ ഭൂമിയുടെ അറ്റത്തോളം ആയിരിക്കും എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജനത്തിന് ശുദ്ധീകരണം കൊടുക്കണം, കുടുംബത്തെ സമാധാനം നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.